മാളൂസിന് എന്തിട്ടാണ് കഴിക്കാൻ വേണ്ടതെന്നുള്ളത് ചോദിക്കാം നമുക്ക്. മാളൂസേ ഇന്ന് എന്തിട്ടാണ് വേണ്ടത് കഴിക്കാനായിട്ട്? ചിക്കൻ മേടിക്കട്ടെ? ചിക്കൻ വേണ്ടേ? പിന്നെ പോർക്ക് അതും വേണ്ട. പിന്നെ എന്തിട്ടാണ് ഇഷ്ടപ്പെട്ട് പറ. പാൽക്കപ്പയും ബീഫും അടിപൊളി. അപ്പൊ ഉച്ചക്ക് മാളൂസിന് പാൽക്കപ്പയും ബീഫും റെഡിയാക്കാം നമുക്ക്. അപ്പൊ മാളൂസിന് ഇഷ്ടപ്പെട്ട നമ്മളുടെ എന്താ പറയാ ഈ പാൽക്കപ്പയും ബീഫിനുള്ള ബീഫാണ് ഈ കാണുന്നത്. കിടില സാധനം അല്ലേ? വാട്ട് എ സൂപ്പർ ഫാന്റാസ്റ്റിക് ബീഫ്. അപ്പൊ നമ്മളിത് ഇങ്ങനെ എന്താ ഒറ്റ വരയില്ല ഇങ്ങനെ മുറിഞ്ഞിങ്ങോട്ട് വന്ന് അത്ര കിടിലം ബീഫാണ്. യെസ്, വാവ്, വാട്ട് എ സൂപ്പർ. അപ്പം നമ്മളിത് ഇങ്ങനെ പീസാക്കി എടുക്കണം. നമ്മുടെ കടയിൽ നിന്ന് പീസാക്കി കൊണ്ടുവന്ന ഒരു കാച്ചും കൂച്ചും വെട്ടി തരുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പറഞ്ഞ പാൽക്കപ്പക്കുള്ള ബീഫ് ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട, അരിഞ്ഞ് നല്ല മസാലയും മുളകും വേപ്പിലേക്ക് ഇട്ട് കുക്കറിൽ റെഡിയാക്കി വെച്ചേക്കാണ്. ഇതാണ് നമ്മൾ ഞുപ്പിയിൽ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ മാളൂസ് ഇവിടെ റെഡിയാക്കാനായിട്ട് കപ്പ് റെഡിയാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. മാളൂസ് പക്ഷേ റെഡിയാക്കൂലെന്നാണ് പറയുന്നത്. ചെയ്യുമോ മാളൂസേ? ഇല്ല, മാളൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ റെഡിയാക്കേണ്ടി വരും. അപ്പോൾ വാവേ പറഞ്ഞോ. ഓക്കെ, അപ്പോൾ ഞാൻ റെഡിയാക്കാൻ പോണ്. ഉച്ചയ്ക്ക് 12:19 മാളൂസിന് കപ്പയും ബീഫും തിന്നാൻ ഒരു മോഹം. അപ്പൊ നമ്മൾ പാൽക്കപ്പൊക്കെ കപ്പ റെഡിയാക്കാൻ പോവാണ്. മാളൂസേ, പാൽക്കപ്പയും ബീഫും റെഡി ആയിട്ടുണ്ട്. എടുക്കട്ടെ മാളൂസേ? എടുക്കട്ടെ? ഒന്ന് തരൂ. പാടില്ല മനുഷ്യൻ, എത്ര നേരമായി ഇതുണ്ടാക്കി എടുക്കണ്ടേ മാളൂസേ? കൊറേ നേരം പിടിക്കൂലേ? അറിയണുണ്ടാക്കി തന്നെ എന്റെ നേരം വൈകുമ്പോ എന്തായിരുന്നു മലപ്പുറം കാത്തി കൂടുതൽ മനുഷ്യൻ വിശക്കണം, ഗുളി കഴിക്കണം. ഇത് കണ്ടോ, മാളൂസിന് പാൽക്കപ്പയും ബീഫും റെഡിയാക്കി വെക്കണം. കൊടുക്കാം, നമുക്ക് കൊടുക്കാം. എന്നാ മാളൂസേ, എങ്ങനെയുണ്ട് പാൽക്കപ്പയും ബീഫും? കിളിക്കട്ടം പാൽക്കപ്പയും ബീഫാണ് ഈ കാണുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കിയാ നമ്മള് ഉണ്ടാക്കിയതിന് ടേസ്റ്റ് ഉണ്ടാ നോക്ക്. ഞാൻ ഉണ്ടാക്കി അത്രയും വന്നില്ല, ഞാൻ റെഡിയാക്കി അത്രയും വന്നില്ല. അടിപൊളി സാധനമാണ്, അടിപൊളി സാധനമാണ്. സൂപ്പർ, അടിപൊളിയായിട്ടില്ലേ? അപ്പൊ ഉമ്മാരിക്ക് ബീഫും കപ്പയുമാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. നല്ല എരിവുണ്ടട്ടാ. എരിവൊന്നുമില്ല, അത് എരിവൊന്നുമില്ല. അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? ഒന്നുകൂടി കാണിച്ചേ. വാവ്, സൂപ്പർ, കിട്ടില്ല. കാണുമ്പോ തന്നെ കൊതിയാവണല്ലേ? അതാണ് ആ പാൽക്കപ്പയും ബീഫ് എന്ന് പറയണത്. വാവ്, സൂപ്പർ. എന്നാലാണ് അതിന്റെ ആ ഒരു ടേസ്റ്റ്. അപ്പൊ ഇതാണ് പാൽക്കപ്പയും ബീഫും. അപ്പൊ ഇന്നത്തെ മാളൂസിന്റെ കൊതി പാൽക്കപ്പയും ബീഫും. അപ്പൊ നാളെ പുതിയ കൊതിയുമായി ഞങ്ങൾ വീണ്ടും വരും, അല്ലേടി? കപ്പ മേടിച്ചാൽ ഞാൻ പാൽക്കപ്പയും എനിക്ക് ബീഫായിട്ട് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. എനിക്ക് ചിക്കൻ അങ്ങനെ പറ്റണില്ല. കാശൽ ബാക്കി മേടിച്ച് തരാൻ പറഞ്ഞില്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്ര ഉള്ളു. അപ്പൊ കൂടുതൽ രസക്കാഴ്ചകളുമായി നമ്മൾ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.